ഞങ്ങൾക്ക് ഇത് 2ാം സ്ഥാനമല്ല, ഞങ്ങൾക്ക് ഇത് 1ാം സ്ഥാനം തന്നെയാണ്. അച്ഛനും അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാ. അത്ര തന്നെ ഉള്ളൂ. അല്ല, ശരിക്കും അർജുനെ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 100 days നിക്കണേ എന്നായിരുന്നു. ഇപ്പൊ 100 days ആയി, സെക്കൻഡ് പൊസിഷനിൽ വന്നു കേട്ടപ്പോ ശരിക്കും ഡിസേർവ്ഡ് ആണ് അവൻ. ഫസ്റ്റ് തന്നെ ഡിസേർവ്ഡ് ആണ്. പിന്നെ എല്ലാ കണ്ടസ്റ്റൻസും അവരുടേതായ എഫേർട്ട് എടുത്ത് നിന്നു. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. 5th-നും 4th-നും 3rd-നും എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. പിന്നെ അർജുൻ ഇത്ര എത്തിയത് തന്നെ അവൻ ഒന്നാമത്തെ കാര്യം ഹെൽത്ത് വൈസ് ആണെങ്കിലും അവൻ നല്ല വീക്കുള്ള ഒരാളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെന്റലി അവൻ ഡിപ്രസ്ഡ് കൂടുതലായിരുന്നു അവന്. അതെല്ലാം തരണം ചെയ്ത് സെക്കൻഡ് വന്നത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പിന്നെ അവന്റെ വിചാരിച്ച പോലെ 100 ദിവസം തികച്ചല്ലോ, അതിന്റെ വലിയ കാര്യം. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ശ്രീതു ഔട്ട് ആയതുകൊണ്ട് ശ്രീതുവിന്റെ വോട്ടുകൾ കുറെ അർജുന് കിട്ടി, അത് സെക്കൻഡ് പ്രൈസിന് കാരണമായെന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് എന്താണ് ഒരു പ്രതികരണം പറയാനുള്ളത്? ശ്രീതു ഔട്ട് ആയതുകൊണ്ട് സെക്കൻഡ് പ്രൈസ് കിട്ടി എന്ന് പറയുന്നതിനോട് ഞാൻ അഭിപ്രായം പറയാനില്ല. കാരണം ശ്രീതു നിന്നപ്പോഴും ശ്രീതുവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈ ലെവൽ വോട്ട് അർജുൻ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ശ്രീതു ഒരു 6-7 പൊസിഷൻ ആണെങ്കിലും അർജുൻ അത് ഒരു 3rd, 2nd മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു. പിന്നെ ശ്രീതു അർജുൻ എന്നുള്ളൊരു കോംബോ വെളിയിൽ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് സ്പ്ലിറ്റ് ചെയ്താണ് വോട്ട് കൊടുത്തോണ്ടിരുന്നത്. ശ്രീതു പോയപ്പോ മേ ബി ചിലപ്പോ അവര് അർജുനിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ എന്ന് കരുതി അർജുൻ സെക്കൻഡ് ആയെന്ന് ഞാൻ പറയണില്ല. ഇവരുടെ കോംബോ കാണാൻ ഇഷ്ടപ്പെടുന്ന 2 പേരാണ്. എല്ലാവരും പ്രഷറെല്ലാം അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ഒരാൾ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, ആ വോട്ട് ചിലപ്പോ അർജുനോട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് എന്തായാലും നമുക്ക് നല്ലത് തന്നെയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടും പോകാറുണ്ടായിരുന്നു. അതെ അതെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ചാനൽ കാണുന്നവർക്ക് ഏകദേശം ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ അവസാന ഭാഗത്തോട്ടായപ്പോഴത്തേന് അർജുൻ കുറച്ചുകൂടെ ഇമോഷണൽ ആയ പോലെ കാണുന്നുണ്ടായിരുന്നു. പലരും പുറത്തു പോകുമ്പോൾ, സിജോ ഉൾപ്പെടെ പുറത്തു പോകുമ്പോഴത്തേനും കരയുന്നു. സിജോ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം പിന്നെയും കരയുന്നു. ശ്രീധുവിന്റെ പുറത്തു പോകലും കണ്ണീര് ഒഴിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിന്റെ കാരണം എന്തെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്? അതങ്ങനെയല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ വെളിയിൽ പോകുമ്പോ അങ്ങനെ കരയില്ലേ? ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയോ വീട്ടിൽ നിന്ന് വെളിയിൽ പോയി കുറെ നാൾ കഴിഞ്ഞ് ഇത്രയും ദിവസം നിന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പോയി കഴിയുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പൊ അതങ്ങനെ ഓർത്താൽ മതി. അപ്പൊ അത്ര ബോണ്ടിങ് ആയിരുന്നു. അതുകൊണ്ടാണ് അത് പുറത്തെല്ലാരും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഇത്രയും ബോണ്ട് ഉണ്ടായിരുന്നോ, അത് സിജോ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ലൈവില് നമ്മളത് എപ്പിസോഡിൽ അത് കണ്ടിട്ടില്ലോ എന്ന് ഇവരെ പുറത്തുള്ള കുറച്ച് പേര് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനും മമ്മിയും ഫാമിലി എപ്പിസോഡിൽ കയറിയപ്പോ സിജോ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ചേച്ചി, ഞാന് മീൻസ് ഒരു കണ്ടസ്റ്റന്റ് ഇടിച്ചിട്ട് പോയ സമയത്ത് ഞാന് അർജുൻ എവിടെ എന്നാണ് ആദ്യം ചോദിച്ചത്. അത് ഒരാള് തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അവർ എപ്പോഴും ഒരേ രീതിയിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നൊന്നും ഇല്ല. ഇതൊരു ഷോയാണ്. അപ്പൊ അവര് തമ്മിലൊരു എന്താ പറയുക, ഒരു ബോണ്ടിങ് ഉണ്ടാവും. ആ ബോണ്ടിങ് സിജോയ്ക്കും അർജുനും ഉണ്ടെന്നുള്ളത്